നീ എന്താണോ നീ ക്ലിയറായി കാണാൻ കഴിയാത്തത്, എന്താണോ നിനക്ക് കാണുവാൻ കഴിയാതെ പോയത്, യേശുവിൽ കൂടെ നോക്കിയാൽ, നീ യേശുവിൽ കൂടെ നോക്കിയാൽ, യേശുവിൽ കൂടെ നോക്കിയാൽ, അവന്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ, അവനിൽ കൂടെ കാര്യത്തെ കണ്ടാൽ, നീ എന്താണോ ഇതുവരെയും കാണാത്തത്, നിന്റെ കണ്ണിന് അത് തെളിഞ്ഞു വരാൻ പോകുകയാണ്. നിന്റെ ആത്മ കണ്ണുകൾക്ക് അത് സ്പഷ്ടമായി തെളിഞ്ഞു വരാൻ പോകുകയാണ്. നീ യേശുവിൽ കൂടെ നോക്കിയാൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓ ഹല്ലേലൂയ. എന്താ പാസ്റ്റർ യേശുവിൽ കൂടെ നോക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വായിച്ചിട്ടില്ലേ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം? യേശു കർത്താവ് ബഥാന്യയിലേക്ക് പോകുകയാണ്. അവൻ പറയുന്നു, ലാസർ ഉറങ്ങിക്കിടക്കുന്നു, ഞാൻ അവനെ വിളിച്ചുണർത്താൻ പോകുകയാണ്. ഈ 4 ദിവസവും മാർത്തയും മറിയയും ആ കല്ലറയെ നോക്കിയിട്ട് അവർ കണ്ടത് മരിച്ച ലാസറിനെ ആയിരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങൾ എല്ലാ ദിവസവും രാവിലെ മാർത്ത അവിടെ വരും, മറിയ വരും, അവരെല്ലാം പറയുന്നത് ലാസർ മരിച്ചു 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 എന്നാണ്. എന്നാൽ 4-ാം ദിവസം അവന്റെ ആത്മകണ്ണുകൾ തുറന്ന് യേശു ആ കല്ലറയിലേക്ക് നോക്കിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന, വിളിച്ചാൽ ഉടനാൻ തയ്യാറായിരിക്കുന്ന ലാസറിനെ കണ്ടു. 2 മീനും കൊണ്ട് അന്ത്രയോസ് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അന്ത്രയോസ് കണ്ടത് എന്തായിരുന്നു? അന്ത്രയോസ് കണ്ടത് 5 അപ്പവും 2 മീനുമായിരുന്നു. പത്രോസ് കണ്ടത് 5 അപ്പവും 2 മീനുമായിരുന്നു. യോഹന്നാൻ കണ്ടത് 5 അപ്പവും 2 മീനുമായിരുന്നു. എന്നാൽ യേശു കണ്ടത് 5000 പുരുഷന്മാർ തിന്നു ശേഷിപ്പിച്ചിട്ട് 12 കൂട്ടം ബാക്കിയിരിക്കുന്നതാണ്. അതാണ് യേശുവിന്റെ കണ്ണ്. യേശുവിന്റെ കണ്ണിൽ കൂടെ നിനക്ക് കാര്യത്തെ കാണാൻ പറ്റുമോ? ഹല്ലേലൂയ. ലാസർ മരിച്ചു കിടക്കുമ്പോൾ അവൻ ഉറങ്ങുന്നതായി നിനക്ക് കാണാൻ പറ്റുമോ? ബാല മരിച്ചു കിടക്കുമ്പോൾ യേശു പറയുന്നു, നീ പേടിക്കണ്ട, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതിന്റെ കണ്ണിൽ കൂടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ? യേശുവിന്റെ കയ്യിൽ കൂടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ? യേശുവിൽ കൂടെ കാര്യത്തെ നോക്കാൻ പറ്റുമോ? നീ കാണുന്ന അസാധ്യതകളല്ല, നീ കാണുന്നത് നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു കിടക്കുന്നത്, നീ കാണുന്നത് നിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ നിന്നെ കാത്തു നിൽക്കുന്നത്, നീ കാണുന്നത് ആ ദൈവ പ്രവൃത്തി നിന്നെ നോക്കി നിന്നിലേക്ക് നടന്നു വരുന്നത് നീ യേശുവിൽ കൂടെ കണ്ടാൽ, അവനെ ധരിക്കുവാൻ വേണ്ടിയാ നീ സ്നാനമേറ്റതെങ്കിൽ അവൻ നിന്റെ കൂടെ യേശു കൊണ്ട് നിന്റെ കണ്ണടച്ചിട്ട് നീ യേശുവിന്റെ കണ്ണിൽ കൂടെ കാര്യത്തെ നോക്ക്. നീ അസാധ്യതകൾ കാണുന്നത് നിന്റെ കണ്ണിൽ കൂടെ നോക്കിയത് കൊണ്ടാണ്. നീ അന്ധനായി തീർന്നത്, ആ കാര്യം കാണാൻ കഴിയാതെ പോയത്, അത്ഭുതം കാണാൻ കഴിയാതെ പോയത് നീ നിന്റെ കണ്ണിൽ കൂടെ നോക്കിയത് കൊണ്ടാണ്. നിന്റെ കണ്ണടക്ക്, യേശുവിന്റെ കണ്ണിൽ കൂടെ ഇന്ന് രാത്രി കാര്യത്തെ നോക്ക്. കാനാവിലെ കല്യാണ വിരുന്നിൽ ആ വിരുന്നുവാട് നോക്കിയപ്പോൾ അത് പച്ചവെള്ളമായിരുന്നു, എന്നാൽ യേശു നോക്കിയപ്പോൾ അത് വീഞ്ഞായി. എത്ര പേർക്ക് എന്റെ കൂടെ ചിന്തിക്കാൻ പറ്റും? കുഷ്ഠരോഗിയെ യേശു കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് അവൻ അശുദ്ധനായിരുന്നു, പക്ഷെ യേശുവിന് അവൻ ശുദ്ധനായ കണ്ടത്. ഇന്ന് രാത്രി നിന്റെ കണ്ണടച്ചിട്ട് യേശുവിന്റെ കണ്ണിൽ കൂടെ നോക്കാൻ പറ്റുമോ?